ഇഷ്കിന്ത കാണ്ഡം. ഇന്നലെയാണ് ഞാൻ സിനിമ കണ്ടത്. ഇതാണ് സിനിമ ഗൈസ്. കുറേ നാളുകൾക്ക് ശേഷമാണ് ഇങ്ങനൊരു കഥ ഞാൻ കാണുന്നത്. ഒരു ഫ്രഷ് കഥയാണ്. അതേപോലെ ഇതൊരു സിനിമയാണ്. സിനിമ എന്ന് പറഞ്ഞാൽ ഇതാണ്. കാരണം ഒരു ആൾ ചെയ്ത സംഭവം എടുത്ത് വെച്ചിട്ട് അതിൽ നിന്ന് ഇൻസ്പയർ ആയിട്ട് ചെയ്തിട്ട് അതിൽ നിന്ന് ഇൻസ്പയർ ആയ സിനിമയാണെന്ന് പറഞ്ഞിട്ട് ചെയ്യണ കുറേ ആൾക്കാരുണ്ട്. ഇന്നത്തെ കാലത്ത് അങ്ങനത്തെ സിനിമകളെ സപ്പോർട്ട് ചെയ്യണ പ്രേക്ഷകരാണ് കൂടുതൽ. എനിക്കതിനോട് യോജിപ്പില്ല. സ്വന്തമായിട്ട് ഒരു കഥ ഉണ്ടാക്കി അത് ആരും ചെയ്യാത്തൊരു സാധനം ഇറക്കണതിനാണ് ഒരു ഒരു സ്ക്രിപ്റ്റ് റൈറ്റർ ആയാലും ഒരു ഡയറക്ടറിൻ്റെ ആയാലും ചിലപ്പോൾ ഡയറക്ടർ തന്നെ ആയിരിക്കും ഒരു സിനിമയുടെ സ്ക്രിപ്റ്റ് എഴുതുന്നത്. എന്ത് തന്നെ ആയാലും അങ്ങനെയുള്ളതിനാണ് കഴിവെന്ന് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത്. ഇൻസ്പയർ ആയിട്ടുള്ള സാധനങ്ങൾ ചെയ്യരുതെന്നല്ല പറയുന്നത്. ഇൻസ്പയർ ആയിട്ട് ചെയ്യണ സാധനങ്ങൾ വേറെ രീതിയിൽ ചെയ്ത് കാണിക്കണം, അതും നമുക്ക് ഓക്കെ. പക്ഷേ ചെയ്ത സാധനങ്ങൾ സെയിം തന്നെ എടുത്ത് വെച്ചിട്ട് അങ്ങനെ കുറച്ച് നാളുകൾക്ക് മുമ്പ് അങ്ങനെ കോപ്പി അടിച്ചിട്ടുള്ള കുറേ കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടു കേട്ട് വന്ന കാര്യങ്ങളാണ്. പക്ഷേ ഈ സിനിമ ഒരിക്കലും അങ്ങനെയല്ല. ഇത് ഫ്രഷാണ്. ഇതാണ് സിനിമ. കാരണം കുറേ നാളുകൾക്ക് ശേഷം നമുക്കൊരു സദ്യ കിട്ടാം. ആ സദ്യ കഴിച്ച് കഴിയുമ്പോൾ നമ്മുടെ മനസ്സും നിറയാണ്, അതേപോലെ നമ്മുടെ വയറും നിറയാണ്. കുറേ നാളുകളായിട്ട് നമ്മൾ പിന്നെയും സദ്യ കഴിച്ചുകൊണ്ടിരിക്കും. പക്ഷെ നമുക്കൊരിക്കലും ആ സദ്യ ഇഷ്ടാവില്ല. കാരണം നമ്മൾ മുമ്പ് നല്ലൊരു സദ്യ കഴിച്ചിട്ടുണ്ട്. അതായിരിക്കും എപ്പോഴും നമ്മുടെ മനസ്സിലുണ്ടാവുക. പിന്നെ വേറൊരു സദ്യ വരുന്ന വരെ ഇത് തന്നെയായിരിക്കും നമ്മുടെ മനസ്സിലുണ്ടാവുക, നമ്മുടെ വായിലുണ്ടാവുന്ന രുചി. അതാണ് ഈ സിനിമ എന്ന് പറയുന്നത്. അടിപൊളി സ്ക്രിപ്റ്റ് എഴുതിയ ആൾ ബാഹുൽ രമേശ് എന്നാണ് തോന്നുന്നത്. പേര് തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കണം. ആൾ സിനിമോട്ടോഗ്രാഫറാണ്. ആളുടെ എൻ്റെ ഒരു ഇതിൽ പറയണത് ആദ്യത്തെ സ്ക്രിപ്റ്റാണ്, അല്ലെങ്കിൽ ആദ്യത്തെ സിനിമയാണത്. ആളോട് ഞാൻ പറയും സിനിമോട്ടോഗ്രാഫിൽ നിന്ന് ഇട്ടിട്ട് സ്ക്രിപ്റ്റ് എഴുതാൻ പൊക്കോളാൻ. എന്തോട്ടാ സ്ക്രിപ്റ്റ്, എനിക്കൊന്നും പറയാൻ കിട്ടണില്ല. ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇതൊരു സ്ലോ പോയിസണാണ് ഈ പടം. മെല്ലെ 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 വിഷം ഉള്ളിലേക്ക് ചെല്ലുള്ളൂ. ഈ വിഷം ഇങ്ങോട്ട് കയറി കെട്ടി കഴിഞ്ഞിട്ടുണ്ടല്ലോ പിന്നെ ഒരു വല്ലാത്ത അവസ്ഥയാണ്. ഭയങ്കര സ്ലോ ബേസിൽ പോണ ഒരു സിനിമയാണ്. ഉദാഹരണത്തിന് നമ്മുടെ ഉള്ളൊഴുക്ക് സിനിമയിൽ ആ ഒരു സിനിമയുടെ പോലെ പോണ സിനിമയാണ്. പക്ഷെ അത്ര ട്രാജഡികളില്ല, അങ്ങനെ ട്രാജഡി ആയിട്ട് കാണിക്കുന്നില്ല. ഒരു മിസ്റ്ററി ത്രില്ലറാണ്. അങ്ങനത്തെ ഒരു ബേസിലാണ് പോണത്. സിനിമോട്ടോഗ്രാഫി വളരെ നന്നായിട്ടുണ്ട്. പിന്നെ ലൊക്കേഷൻ അടിപൊളി ലൊക്കേഷൻ ആയിട്ടുണ്ട്. കാരണം ആപ്റ്റായിട്ടുള്ള ലൊക്കേഷനാണ്. ഭയങ്കര ലോ ബഡ്ജറ്റ് സിനിമയാണ് അത്. പക്ഷേ നമുക്കൊരിക്കലും പറയാൻ പറ്റില്ല. കാരണം എല്ലാ സൈഡും ഭയങ്കര രസമായിട്ട് ചെയ്തിട്ടുണ്ട്. ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു എനിക്ക്. പെർഫോമൻസ് വൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിനിമയുടെ മുക്കാൽ ഭാഗം വിജയരാഘവൻ അഴിഞ്ഞാട്ടമാണ്. അത് കഴിഞ്ഞാൽ ആസിഫ് അലിയുടെയും ഉണ്ട്. ക്യാരക്ടേഴ്സാണ് വിജയരാഘവൻ്റെ ക്യാരക്ടറും ആസിഫ് അലിയുടെ ക്യാരക്ടറും. ഇത് ഈ സിനിമയിലുള്ള എല്ലാവരുടെ ക്യാരക്ടറും നമുക്ക് ആഴത്തിൽ പതിയും. എല്ലാവരും ആഴത്തിൽ പതിയും എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സിനിമ കണ്ടു കഴിയുമ്പോൾ അവസാനമാകുമ്പോൾ നമുക്ക് വിഷമമാണ്, എന്നാൽ സന്തോഷമില്ല. എന്താ പറയുക, ഒരു ഒരു പ്രത്യേകതരം മിക്സഡ് ആയിട്ടുള്ള ഒരു ഇമോഷൻ കിട്ടും ഈ സിനിമയിൽ നിന്ന് നമുക്ക്. സഹതാപം, അങ്ങനെ എല്ലാം കൂടി കൂട്ടിക്കുഴച്ച് ഒരു 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 വേറെ രീതിയിലുള്ള ഒരു ഫീലാണ് നമുക്ക് ഈ സിനിമ കഴിയുമ്പോൾ കിട്ടുക. എല്ലാത്തിനായിട്ട് ഉപരി ബാക്ക്ഗ്രൗണ്ട് സ്കോർ മിന്നിച്ചുണ്ട് മോനെ. ബാക്ക്ഗ്രൗണ്ട് സ്കോർ അവസാനമൊക്കെ ആകുമ്പോൾ ഇപ്പോൾ വരുന്ന ബാക്ക്ഗ്രൗണ്ട് സ്കോറൊക്കെ ഉണ്ട്. കോൾഡേജ് ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ ഇരിക്കും. അപ്പോൾ മസ്റ്റ് വാച്ചാണ് പടം. എല്ലാവരും പോയി കാണണം. കാരണം ഇതൊരു സിനിമയാണ്. ഇതിൻ്റെ സ്ക്രിപ്റ്റ് റൈറ്ററോട് പറയാനുള്ളത്, ഇനിയും ഇതേപോലുള്ള കഥകൾ ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഇതിനും നല്ല കഥകൾ ചെയ്യാനായിട്ട് പറ്റും. 100% ഗ്യാരണ്ടിയാണ്. അമ്മൊരു സാധനം ചെയ്തു വെച്ചേക്കണം. എല്ലാവരോടും പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര വലിയ സാധനമാണ്, ഭയങ്കര വലിയ ത്രില്ലറാണ്, മറ്റേ സംഭവം എന്ന് വെച്ചിട്ട് പോയി കാണരുത്. ഇത് അങ്ങനത്തെ ഒരു സാധനമല്ല. ഭയങ്കര സ്ലോവിൽ പോണ ഒരു സിനിമയാണ്. ഫസ്റ്റ് ഹാഫിൻ്റെ ഒരു 20 മിനിറ്റൊക്കെ കഴിഞ്ഞാലാണ് ഇൻട്രസ്റ്റിംഗ് ആയി തുടങ്ങുള്ളൂ. അതുവരെ ഇങ്ങനെ ഇരിക്കും നിങ്ങൾ. ഫസ്റ്റ് ഹാഫും ചെറിയ ഇൻട്രസ്റ്റിംഗ് ഉള്ളൂ. സെക്കൻഡ് ഹാഫിലാണ് എയിം. സെക്കൻഡ് ഹാഫിലേക്കാണ് വരണത്. ഞാൻ അജയൻ്റെ രണ്ടാം മോഷണമാണ് കണ്ടത്. അത് കണ്ടിട്ടാണ് ഞാൻ ഈ സിനിമ കാണുന്നത്. പക്ഷേ അത് ചെയ്യുന്നതിന് മുമ്പ് ഈ പടത്തിൻ്റെ റിവ്യൂ ആണ് ചെയ്യണത്. അപ്പോഴും നിങ്ങൾ മനസ്സിലാക്കണം എനിക്ക് എത്രത്തോളം ഇഷ്ടപ്പെട്ടു എന്ന്. ഭയങ്കര ഇഷ്ടപ്പെട്ടു. എനിക്ക് ഇൻസ്പയറായി കഥയിലാണ് ഇരിക്കുന്നത്, സ്ക്രിപ്റ്റിലാണ് ഇരിക്കുന്നത്. ഡയറക്ടറും അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. ആരും മോശമായിട്ട് ചെയ്തെന്നല്ല പറയണത്. പക്ഷേ
സ്ക്രിപ്റ്റ് ഭയങ്കര സ്ട്രോങ് സാധനമാണ്, ഭയങ്കര ഡെപ്തുള്ള സാധനമാണ്, ഭയങ്കരമായിട്ട് എനിക്ക് ഇൻസ്പയറായി. അപ്പോൾ ഇതൊക്കെയാണ് പറയാനുള്ളത്. എല്ലാവരും പോയി കാണാം, കാശ് മുതലാവും. മറ്റൊരു വീഡിയോ വരുന്നവരേക്കും എല്ലാവർക്കും ടേക്ക് കെയർ. ബൈ.